ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ അവന്റെ ജയങ്ങളെക്കാൾ തോൽവികളും അവന്റെ മഹത്വങ്ങളെക്കാൾ അവന്റെ തെറ്റുകളും മനസ്സിലാക്കണം. ഇതാണ് മഹാഭാരതത്തിലെ കർണന്റെ കഥ. കുന്തി വിവാഹത്തിനു മുമ്പ് ഒരു മന്ത്രശക്തിയിലൂടെ സൂര്യദേവനെ വിളിച്ചു വരുത്തി. അവരുടെ അനുഗ്രഹത്തോടെ ജനിച്ചു വന്ന ഒരു കുഞ്ഞ്, ദൈവീയ കവചം, കുണ്ടലങ്ങൾ സഹിതം. പക്ഷേ അവൾക്ക് സമൂഹത്തിന്റെ ഭയം. ജനിച്ച കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിവിടേണ്ടി വന്നു. ആ കുഞ്ഞ് പിന്നീട് മഹാഭാരതത്തിൽ കർണനായി നമ്മൾ കേൾക്കുന്ന വീരൻ, സൂതപുത്രനായ അതിരഥന്റെയും ഭാര്യ രാധയുടെയും മകനായി വളർന്നു. ജന്മം രാജകീയമെങ്കിലും ജീവിതം താഴ്ന്നവർക്കിടയിൽ തുടങ്ങി. കുട്ടിക്കാലം മുതൽ തന്നെ നീ സൂതപുത്രൻ എന്ന കുത്തുവാക്ക് കേട്ടു വളർന്ന കർണൻ വേദനയെ വെല്ലുവിളിയാക്കാൻ തീരുമാനിച്ചു. സ്വപ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും. ധനുർവിദ്യയിൽ അസാധാരണമായ കഴിവ്. പക്ഷേ ഗുരുകുലങ്ങളിൽ പ്രവേശനം പോലും ജന്മം കൊണ്ട് തടയപ്പെട്ടു. വിദ്യ നേടാൻ ബ്രാഹ്മണൻ എന്നു വ്യാജമായി പറഞ്ഞ് പരശുരാമന്റെ ശിഷ്യനായി. എന്നാൽ സത്യം പുറത്തായപ്പോൾ ഗുരു ശാപം നൽകി. നീ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പഠിച്ചതെല്ലാം മറക്കും. കർണന്റെ ജീവിതം പലപ്പോഴും ഇങ്ങനെയായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ തന്നെ അടയുന്നതുപോലെ. അർജുനനോട് സമമായോ അതിലധികമോ കഴിവുള്ള കർണൻ രാജകീയ മത്സരത്തിൽ അർജുനനെ വെല്ലുവിളിച്ചു. പക്ഷേ വീണ്ടും സൂതപുത്രൻ എന്നു പറഞ്ഞ് അപമാനിച്ചു. ആ സമയത്താണ് ദുര്യോധനൻ ഇടപെട്ടത്. അവനെ അംഗരാജാവാക്കി രാജകീയ സ്ഥാനം നൽകി. കർണന് അത് സൗഹൃദമായി തോന്നി. ജീവൻ കൊണ്ടുപോലും തിരിച്ചടയ്ക്കാൻ തയ്യാറായ സൗഹൃദം. ദുര്യോധനന്റെ തെറ്റുകളും അഹങ്കാരവും അറിയാമായിരുന്നെങ്കിലും എന്നെ മനുഷ്യനായി കണ്ട ഒരാൾ എന്ന ബോധ്യം കർണനെ അവന്റെ പക്ഷത്ത് നിർത്തി. കർണന്റെ മഹത്വം. ദാനം ചെയ്യുന്നതിൽ ലോകത്തിൽ ആദ്യ സ്ഥാനം. കവചം, കുണ്ടലങ്ങൾ പോലും മരണത്തിനു മുമ്പ് തന്നത് സ്വന്തം ജീവന്റെ വില കൊടുത്ത്. സത്യസന്ധത, ധൈര്യം, സ്വയം നേടിയ കഴിവ് എല്ലാം അവന്റെ ഭാഗമായിരുന്നു. പക്ഷേ തെറ്റുകളുമുണ്ടായിരുന്നു. ദ്രൗപദിയെ അപമാനിച്ച സഭയിലെ സാക്ഷ്യം. ഭീഷ്മൻ, കൃഷ്ണൻ പോലും അവനെ മുന്നറിയിപ്പ് നൽകി. ദുര്യോധനന്റെ വഴി തെറ്റാണ്. പക്ഷേ കർണൻ സൗഹൃദം തെറ്റിനേക്കാൾ വലുതായി കണ്ടു. കുരുക്ഷേത്രത്തിലെ 17ാമത്തെ ദിവസം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഇവൻ നിന്റെ സഹോദരൻ. അതുവരെ അറിയാത്ത രക്തബന്ധം. പക്ഷേ കർണൻ പറഞ്ഞു, പോരാട്ടം അവസാനിക്കട്ടെ. ഞാൻ സഹോദരനായി ജനിച്ചിട്ടുണ്ടെങ്കിലും വാക്കു നൽകിയ സുഹൃത്തിനോടാണ് ഞാൻ മരിക്കുന്നത്. അന്നേ ദിവസം രഥചക്രം മണ്ണിൽ കുടുങ്ങി. ഗുരുവിന്റെ ശാപം സത്യമായി. അർജുനന്റെ അസ്ത്രത്തിൽ വീണു കർണന്റെ കഥ അവസാനിച്ചു. കർണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മഹത്വം ജന്മത്തിൽ നിന്നല്ല, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ്. പക്ഷേ മഹത്വത്തിനൊപ്പം തെറ്റുകൾ ചേർന്നാൽ ചരിത്രം നമ്മെ മിശ്ര വിമർശനത്തോടെ ഓർക്കും. കർണൻ വീരനായിരുന്നു, മഹാദാനിയായിരുന്നു. എന്നാൽ ചില തെറ്റായ തീരുമാനങ്ങൾ അവന്റെ വീരഗാഥയെ മങ്ങിച്ചുവെന്ന് മറക്കാൻ കഴിയില്ല. നമ്മിൽ ഓരോരുത്തരും സൗഹൃദത്തിനും സത്യത്തിനുമിടയിൽ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കാം. കർണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹത്തായ ഹൃദയത്തിനും തെറ്റുകളുണ്ടാകാം. പക്ഷേ അവയെ തിരിച്ചറിയാൻ വൈകുമ്പോൾ കഥയുടെ അവസാനത്തെ മാറ്റാൻ കഴിയില്ല. കർണന്റെ കഥ ഒരു വീരന്റെ കഥ മാത്രമല്ല, ഒരു മനുഷ്യന്റെ കഥയാണ്. പ്രേമം, വെറുപ്പ്, വിശ്വാസം, തെറ്റ്, മഹത്വം, തോൽവി എല്ലാം ഒരുമിച്ച് ജീവിച്ച കഥയാണ് കർണനെ നമ്മളിന്നും മറക്കാത്തത്.